അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും വുമൺസ് വോയിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മളുടെ ഈ മാർച്ച് മാസത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഉപകാരപ്രദമായേക്കാവുന്ന ഒരു 2-3 കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ചാനലിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾ, അവർക്ക് ഉപകാരപ്രദമായേക്കാവുന്ന പുതിയ പുതിയ അപ്ഡേഷനുകൾ, അറിയിപ്പുകൾ, അവരുടെ ദൈനംദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഉപകാരപ്രദമായേക്കാവുന്ന വീഡിയോസുകൾ, അതേപോലെ തന്നെ നമ്മുടെ താഴെ തട്ടിലുള്ള ഓഫീസുകളുണ്ടല്ലോ, വില്ലേജ് ഓഫീസ്, അതുപോലെ പഞ്ചായത്ത് ഓഫീസ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സേവനങ്ങളുടെ വിവരങ്ങൾ, പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ വീടുകളിൽ നമുക്ക് വളരെ ഉപകാരപ്രദമായേക്കാവുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു 10-20 വർഷക്കാലം പൊതുരംഗത്ത്, പ്രത്യേകിച്ചും പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ അനുഭവത്തിലും അതുപോലെ തന്നെ ഞാൻ പഠിച്ചതും ഞാൻ മനസ്സിലാക്കിയതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മളെ കൊണ്ടാവുന്നത് വിധം നമ്മുടെ സഹോദരിമാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇത്രയും കാലത്തെ പരിചയത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ സഹോദരിമാരൊക്കെ ഒരുപാട് കഴിവും പ്രാപ്തിയൊക്കെ ഉള്ള നല്ല മിടുക്കികളായിട്ടുള്ള സഹോദരിമാരാണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ അവരറിയാതെ പോകുന്നുണ്ട്. പല കാര്യങ്ങളും സമയം കഴിഞ്ഞതിന് ശേഷം അറിയുന്നുണ്ട്. അതുപോലെ തന്നെ പലതും അവർക്ക് എങ്ങനെ തുടങ്ങണം എന്നറിയില്ല. പല വിഷയങ്ങളിലും എന്ത് ചെയ്യണം എന്നറിയില്ല. പല വിഷയങ്ങളിലും കൺഫ്യൂഷൻ ആവും. പലതിലും പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. പലതിലും നമ്മൾ ആ തീരുമാനം എടുക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ തെറ്റായ രീതിയിൽ നമുക്കത് ഉപകാരമില്ലാത്ത രീതിയിലുള്ള തീരുമാനമായിട്ട് പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നമ്മുടെ സ്ത്രീകളുടെ, നമ്മുടെ സാധാരണക്കാരായ ആളുകളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ചാനലിലൂടെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ ചാനലാണിത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമുക്കറിയാം മാർച്ച് മാസം. അപ്പോൾ ഈ മാർച്ച് മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കറിയാം ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ മാസമാണ് മാർച്ച് മാസം. അപ്പോൾ ഈ മാർച്ച് മാസം ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. നമുക്കിതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തെ മാസമായതുകൊണ്ട് തന്നെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നികുതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ടിട്ട് നമ്മളൊക്കെ പ്രത്യക്ഷത്തിൽ പരോക്ഷമായിട്ട് നമ്മൾ സോപ്പും ചീപ്പും ഇതൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ അടക്കുന്ന നികുതികളൊക്കെ ഉണ്ട്. പക്ഷെ അതല്ലാതെ നമ്മൾ പ്രത്യക്ഷത്തിൽ അടക്കുന്ന നികുതികളിൽ പെട്ടതാണ് നമ്മളുടെ ഭൂനികുതിയും, നമ്മൾ പാടത്തിനൊക്കെ അടക്കുന്ന ഭൂനികുതിയും, നമ്മളുടെ കെട്ടിടങ്ങൾക്ക്, നമ്മുടെ വീട്, അതുപോലെ പീഡിക റൂമുകൾ, വാടക കെട്ടിടങ്ങൾ, ഇതിനൊക്കെ അടക്കുന്ന കെട്ടിട നികുതികൾ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഈ കെട്ടിട നികുതി പഞ്ചായത്ത് ഓഫീസിലും മറ്റത് വില്ലേജ് ഓഫീസിലും. ഇപ്പോൾ എല്ലാ നികുതി നമുക്ക് ഓൺലൈനായിട്ട് അടക്കാം കേട്ടോ. സ്മാർട്ട് വഴി നമുക്ക് പഞ്ചായത്തിൽ കെട്ടിട നികുതി അടക്കാൻ പറ്റും. അതുപോലെ തന്നെ ഭൂനികുതി നമുക്ക് ഓൺലൈനായിട്ടും നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ അടക്കാൻ പറ്റും. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്, കെട്ടിട നികുതി നമ്മൾ അടക്കുമ്പോൾ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ മാസം മാസം തീരുന്നതിന് മുന്നേ അടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലിശയോ ഇല്ലാതെ അടക്കാം. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ കെട്ടിടത്തിന് നികുതി അടച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ മാസം നമുക്ക് ഇക്കൊല്ലത്തതും കഴിഞ്ഞ കൊല്ലത്തതും കൂടി പലിശയോ ഇല്ലാതെ അടക്കാൻ പറ്റും, അടക്കാത്തവർക്ക് കിട്ടാം. ഇനിയിപ്പോൾ ഇക്കൊല്ലം ഇതുവരെ അടച്ചിട്ടില്ലെങ്കിൽ അവർക്കും അവർക്കൊരു പലിശ ഒന്നും ഉണ്ടാവില്ല, അവർക്കും അടക്കാം. പക്ഷേ നമ്മൾ അടുത്ത വർഷത്തേക്ക് ഈ 5-6 ദിവസം നമ്മൾ അടക്കാതെ ഇട്ട് ഏപ്രിൽ 1 നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലിശ വരും, നമുക്ക് നല്ല പൈസ നമ്മൾ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ കെട്ടിട നികുതി ഇതുവരെ അടക്കാത്തവർ നിർബന്ധമായിട്ടും അടക്കുക. കഴിഞ്ഞ വർഷം അടക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് പലിശയൊന്നും ഇല്ലാതെ അവർക്കും ഇപ്പോൾ അടക്കാവുന്നതാണ്. അപ്പോൾ കെട്ടിട നികുതിയുടെ കാര്യത്തിൽ വേറൊരു കാര്യം, അപ്പോൾ കഴിഞ്ഞ തവണ 100 രൂപ അടച്ചവർക്ക് ഈ തവണ 105 രൂപ ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ വർഷവും കെട്ടിട നികുതിയിൽ 5% നികുതി വർധനവുണ്ട്. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഈ വർഷം 5%, അതിൻ്റെ പിറ്റത്തെ വർഷം 5%, ഇങ്ങനെ 5% ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും. അത് 5% 100 രൂപ നമ്മൾ അടക്കുമ്പോൾ 105 രൂപ.
അങ്ങനെ പിറ്റത്തെ വർഷം വീണ്ടും 5%. പക്ഷേ നമ്മൾ 1000 2000 ഒക്കെ നികുതി അടക്കുന്നവരുണ്ടാവും. അവർക്ക് 50 രൂപ, 1050 രൂപ അല്ലെങ്കിൽ 2100 രൂപ ഒക്കെ വരുമ്പോൾ 150 ഒക്കെ കൂടുമ്പോൾ അവർ ശ്രദ്ധിക്കും, നമ്മൾ കഴിഞ്ഞ തവണ ഇത്ര അടച്ചിട്ടില്ലല്ലോ, ഇപ്പം എന്തെങ്ങനെ കൂടിയെന്നുള്ളത്. അപ്പോൾ അവർ ശ്രദ്ധിക്കുക, ഇത് ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമാണ്, ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരം 5% കൂടുന്നതിൻ്റെ ഭാഗമാണ് ഈ വർധന വിട്ട്, അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ അൺഓതറൈസേഷൻ നമ്പർ ഉണ്ട്. അതായത് നമ്മളുടെ ഈ പാടത്തൊക്കെ നമ്മൾ വീടുണ്ടാക്കിയിട്ട് നമ്പർ കിട്ടാതെ പ്രയാസപ്പെടും. 1200 സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ മേലെയാണെന്നുണ്ടെങ്കിൽ നമ്പർ കിട്ടാതെ പിന്നെ പ്രയാസപ്പെടുന്നവർ, പാടൊക്കെ തൂർത്തുണ്ടാക്കുന്നവർ, അവർ താൽക്കാലിക നമ്പർ എടുത്തവരുണ്ടാവും പലവരും കേട്ടോ. അപ്പോൾ അവരുടെ വീടുകൾക്ക് നികുതി കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. ഏതായാലും നമ്മളിപ്പോൾ നികുതി അടക്കാത്തവരുണ്ടെങ്കിൽ, കെട്ടിട നികുതിയും ഭൂനികുതിയൊക്കെ അടക്കാത്തവർ എത്രയും പെട്ടെന്ന് നമ്മളിത് അടക്കുക. അടുത്ത മാസത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ കയ്യിൽ നിന്ന് പോകും എന്നുള്ളത്. നമ്മൾ ഈ മാസത്തിൽ നമ്മൾ ലൈസൻസ് ഫീസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ പിന്നെ കടകളൊക്കെ നടത്തുന്നവർക്ക് ലൈസൻസ് ഫീസൊക്കെ അടക്കാനുണ്ടെങ്കിൽ അപ്പോൾ അത് അടുത്ത മാസം മുതൽ പുതിയ ലൈസൻസാണ് കേട്ടോ. അപ്പോൾ ലൈസൻസ് ഈ മാസത്തോട് കൂടിയിട്ട് തീരും. കടകളുടെയൊക്കെ ലൈസൻസിൻ്റെ കാലാവധി ഈ മാസത്തോട് കൂടിയിട്ട് തീരുന്നതാണ്. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പം നമ്മൾ സംസാരിച്ചതൊക്കെ എന്താണ്, നമ്മളെടുത്തുനിന്ന് സർക്കാരിലേക്ക് അങ്ങോട്ട് പോകുന്ന കാര്യങ്ങൾ. ഇനി ഇങ്ങോട്ട് പോകുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ മിക്ക വീടുകളിലും പെൻഷൻ കൈപ്പറ്റുന്നവരുണ്ടാവും. ക്ഷേമ പെൻഷന്, 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള പിന്നെ വാർദ്ധക്യ പെൻഷന്, വിധവ പെൻഷന്, ഭിന്നശേഷി പെൻഷന്, മാനസിക വെല്ലുവിളി നേരിടുന്ന പെൻഷന്, കർഷക പെൻഷൻ, ഒരുപാട് പെൻഷനുകൾ വാങ്ങുന്ന പിന്നെ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ മിക്കവാറും ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും പെൻഷനുള്ളൊരവസ്ഥയിലാണ്. അപ്പോൾ ആ പെൻഷൻ വാങ്ങുന്നവർക്ക് വളരെ സന്തോഷ വാർത്തയാണ്. ഈ മാസം 2 മാസത്തെ പെൻഷനാണ് കിട്ടാൻ പോകുന്നത്. അതായത് മാർച്ച് മാസത്തെ പെൻഷൻ 25-ാം തീയതി മുതൽ വിതരണം ചെയ്യും. അക്കൗണ്ടിൽ വരുന്നവർക്ക് അങ്ങനെ വരും. നേരിട്ടിട്ട് കയ്യിൽ ഡയറക്റ്റ് നമ്മുടെ കയ്യിൽ എത്തിച്ചു തരുന്നവർക്ക് അങ്ങനെ എത്തിച്ചു തരുന്നതുണ്ട്. പിന്നെ 31-ാം തീയതി, ഈ മാസം 31-ാം തീയതി മുതൽ ഏപ്രിൽ മാസത്തെ വിഹിതം വിഷു പ്രമാണിച്ച് മുൻകൂട്ടിയിട്ടും കിട്ടും. അങ്ങനെ 2 മാസത്തെ രൂപ 4000 നമുക്ക് കിട്ടും ഇലക്ഷൻ്റെ മുന്നായിട്ട്. പക്ഷേ പിന്നെ നമുക്ക് ഏപ്രിലിൽ കിട്ടൂല കേട്ടോ. പിന്നെ നമുക്ക് പെൻഷൻ കിട്ടണമെങ്കിൽ മെയ്യിലേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 4000 രൂപ നമ്മുടെ കയ്യിലേക്ക് എത്താൻ പോകുകയാണെന്നുള്ളതാണ് ഒരു സന്തോഷ വാർത്ത. അതേപോലെ തന്നെയാണ് നമ്മളുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ പെൻഷന് അപേക്ഷിച്ച ഒരുപാട് സഹോദരിമാർ. അപ്പോൾ അവർക്കും ചിലവർക്ക് 2000 കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജനുവരിയിൽ സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷിച്ചു, അപ്രൂവലായി. അത് അപ്രൂവലായിട്ട് നമുക്ക് ഫെബ്രുവരിയിൽ കിട്ടി, ഒരു ഗഡു കിട്ടി. അവർക്ക് മാർച്ച് മാസത്തെ 1000 രൂപ മാത്രം കിട്ടും. പക്ഷേ ചിലർ ജനുവരിയിൽ അപേക്ഷിച്ചു, അപ്രൂവലായി. പക്ഷേ ചില സാങ്കേതിക തടസ്സം കൊണ്ടോ സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ അന്ന് കിട്ടാതെ പോയവർക്ക് 2 മാസത്തേത്, ഫെബ്രുവരിയിലെയും മാർച്ച് മാസത്തെയും 2000 രൂപ കിട്ടും. ഇനി അപ്പം അപേക്ഷിച്ചില്ല, നമ്മൾ ജനുവരിയിൽ അപേക്ഷിച്ചില്ല. പല സ്കീമുകളും പദ്ധതികളൊക്കെ നമ്മൾ അപ്പൊന്ന് മടിക്കും, കിട്ടൂല എന്നുള്ള ആശങ്ക കൊണ്ടൊന്നും നമ്മൾ മടിച്ചിട്ട് ചെയ്യാത്തവരുണ്ടാവും. പിന്നീട് എല്ലാവരും കൊടുക്കുന്നത് കാണുമ്പോൾ നമ്മളും ചെയ്യാമെന്ന് വിചാരിച്ച് കൊടുക്കുന്നവരുണ്ടാവും. അങ്ങനെ ജനുവരിയിൽ കൊടുക്കാതെ ഫെബ്രുവരിയിൽ അപേക്ഷിച്ചു. അപ്പോൾ ഫെബ്രുവരിയിൽ അപേക്ഷിച്ചവർക്ക്, അത് അപ്രൂവലായവർക്ക് മാർച്ച് മാസത്തെ വിഹിതം ആയിട്ട് 1000 രൂപ കിട്ടും. ഇതാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയിലെ പെൻഷൻ്റെ വിവരങ്ങൾ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഇനി ഒരുപാട് പേർക്ക് അപേക്ഷിക്കാം. നമുക്കറിയാം BPL, അതായത് പിങ്ക്, മഞ്ഞ റേഷൻ കാർഡിലത്തെ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ ഉള്ള ആളുകൾക്കാണ് ആ പെൻഷന് അപേക്ഷിക്കാവുന്നത്. നമുക്ക് ഓൺലൈൻ സെൻറ്ററിൽ അപേക്ഷിക്കാം, നമുക്ക് കെ-സ്മാർട്ടിൽ അപേക്ഷിക്കാം. പിന്നെ ഒരു പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ലാത്ത സ്ത്രീകളുണ്ടാവുമല്ലോ, ജോലിയൊന്നുമില്ലാതെ വീട്ടമ്മമാർ, അവർക്ക് തീർച്ചയായിട്ടും 1000 രൂപ ഒരു ആശ്വാസം തന്നെ ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിവരങ്ങൾ. ഇനി ഇതുപോലത്തെ ഒരുപാട് വിവരങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. നമ്മുടെ വീഡിയോ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തുക, ആളെന്ന ഓപ്ഷൻ എനേബിളാക്കി വെക്കുക. അപ്പോൾ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും അസ്സലാമു അലൈക്കും.